ഹായ് ഓൾ, വെൽക്കം ബാക്ക്. എൻ്റെ ഒരു ചാനൽ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ കൂടുതലും മൂവി റിലേറ്റഡും അതുപോലെ TV സീരീസ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് ഒക്കെയാണ് ഇതിൽ പോസ്റ്റ് ചെയ്യുന്നത്. മെയിൻലി റിവ്യൂസും റെക്കമെൻഡേഷൻസ് ഒക്കെ. ഞാനൊരു ആനിമെ റിലേറ്റഡ് കണ്ടന്റോ അല്ലെങ്കിൽ ഒരു റിവ്യൂവോ റെക്കമെൻഡേഷനോ ഒന്നും ആനിമെ മാംഗ ബേസ്ഡ് ഞാൻ ചെയ്തിട്ടില്ല. സോ അത്തരത്തിലൊരു വീഡിയോ ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം വന്നത് ഈ ഒരു പർട്ടിക്കുലർ ആനിമയാണ്. കാരണം ഇതെനിക്ക് അത്രമേൽ പ്രിയപ്പെട്ട ഒരു ആനിമയാണ്. എനിക്ക് മാത്രമല്ല, ഇത് ആരൊക്കെ കണ്ടിട്ടുണ്ടോ അവരുടെ എല്ലാം ഫേവറേറ്റ് ആയിരിക്കും ഈ ഒരു ആനിമെ. അതുപോലെ തന്നെ ആരൊക്കെ ഇതിന്റെ മാംഗ വായിച്ചിട്ടുണ്ടോ അവരുടെ എല്ലാം ഫേവറേറ്റ് ആയിരിക്കും ഈ ഒരു സ്റ്റോറി. സോ ഞാൻ പറഞ്ഞു വരുന്നത് വേറൊന്നിനെ കുറിച്ചല്ല, 1997 ലെജൻഡറി മാംഗ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ഇച്ചിറോ ഓഡ ക്രിയേറ്റ് ചെയ്ത വൺ പീസിനെ കുറിച്ചാണ്. സോ വൺ പീസ് കാണാത്തവരോട് എനിക്ക് പറയാനുള്ളത്, ഈ ലോകത്ത് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നതിൽ ഏറ്റവും ബെസ്റ്റും ഏറ്റവും ബ്യൂട്ടിഫുള്ളും ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് വൺ പീസ്. സോ നിങ്ങൾക്ക് മിസ്സാവുന്നത് അത്തരത്തിൽ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഒരു സ്റ്റോറിയാണ് നിങ്ങൾ വൺ പീസ് കാണാതിരിക്കുന്നതിലൂടെ നിങ്ങൾക്ക് മിസ്സാവുന്നത്. സോ 1997 ഈ വൺ പീസിന്റെ ഒരു മാംഗ റിലീസ് ആവുന്നത്. അതിപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്ത വർഷം 1998 ടോയി ആനിമേഷൻ വൺ പീസിന്റെ ഒരു ആനിമയും റിലീസ് ചെയ്യുന്നുണ്ട്. അതും ഇപ്പോഴും ഓൺ ഗോയിങ് ആണ്. സോ ഇത് എന്ന് തീരുമെന്നൊന്നും നമുക്കൊരു ഐഡിയ ഇല്ല. അത് ഇതിന്റെ ക്രിയേറ്റർ ആയ ഇച്ചിറോ ഓഡയ്ക്ക് മാത്രമേ അറിയത്തുള്ളൂ. സോ അത്രയും ലെജൻഡറി ആയിട്ടുള്ള ഒരു സീരീസ് ആണ് ഈ ഒരു വൺ പീസ് എന്ന് പറയുന്നത്. ഈ ഒരു സീരീസ് ഞാൻ എങ്ങനെയാണ് വൺ പീസ് കാണാൻ തുടങ്ങിയത്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. കൂടാതെ വൺ പീസിന്റെ ചെറിയ രീതിയിൽ എനിക്ക് വൺ പീസിനെ കുറിച്ച് തോന്നിയിട്ടുള്ള കാര്യങ്ങളും എല്ലാമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. സോ വൺ പീസിന്റെ സ്റ്റോറിയിലേക്ക് വന്നു കഴിഞ്ഞാൽ മങ്കി ഡി ലൂഫി എന്നാണ് നമ്മുടെ മെയിൻ ക്യാരക്ടറുടെ പേര്. ലൂഫി ഒരു ഫണ്ണും ലവബിളും അതുപോലെ വളരെ ഡിറ്റർമൈൻഡും ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. സോ ലൂഫിയുടെ ഡ്രീം എന്ന് പറയുന്നത് അവന് പൈററ്റ് കിങ് ആവണം. ലൂഫി ഒരു പൈററ്റ് ആണ്. കൂടാതെ അവന്റെ ബോഡിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവന്റെ ബോഡി റബ്ബർ പോലെ സ്ട്രെച്ച് ആവും. സോ അവന്റെ ഡ്രീം എന്ന് പറയുന്നത് പൈററ്റ് കിങ് ആവണമെന്നാണ്. അതിനുവേണ്ടി വൺ പീസ് എന്ന് പറയുന്ന മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു ട്രഷർ ഉണ്ട്. സോ അത് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിച്ചാൽ മാത്രമേ അവന് പൈററ്റ് കിങ് ആവാൻ പറ്റത്തുള്ളൂ. സോ ലൂഫിയും ലൂഫിന്റെ ക്രൂവും ഈ ഒരു വൺ പീസ് തേടി പോകുന്നതാണ് ഇതിന്റെ മെയിൻ കഥ. സോ ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇതൊരു നോർമൽ പൈററ്റ് സ്റ്റോറി അല്ലേ എന്നുള്ള രീതിയിൽ തോന്നും. പക്ഷേ വൺ പീസ് നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറമാണ്. വൺ പീസിന്റെ വേൾഡ് നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറമാണ്. നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും വലിയൊരു വേൾഡും വലിയ നല്ലൊരു സ്റ്റോറിയുമാണ് ഇച്ചിറോ ഓഡ ഇതിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ 28 വർഷമായിട്ടും വൺ പീസ് ഒരു ടോപ്പ് 1 പൊസിഷനിൽ തന്നെ ഇപ്പോഴും നിൽക്കുന്നത്. ഈവൻ ആനിമെ ആണെങ്കിലും മാംഗ ആണെങ്കിലും വൺ പീസിന് ഇത്ര ഡിമാൻഡ് ഉള്ളതിന്റെ കാരണവും അത് തന്നെയാണ്. സോ വൺ പീസിന്റെ വേൾഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൽ മെയിനായിട്ട് ഉള്ളത് പല പല ഐലൻഡ്സ് ആണ്. ഈ ഐലൻഡ്സിലൊക്കെയാണ് ഈ ഒരു സ്റ്റോറിയുടെ മെയിൻ ഇവന്റ്സ് നടക്കുന്നത്. സോ ഈച്ച് ഐലൻഡ് ഇസ് ഡിഫറെന്റ് ഇൻ ഇറ്റ്സ് ഓൺ വേ. ലൈക്ക് ഓരോ ഐലൻഡും അതിൻ്റെതായ രീതിയിൽ വ്യത്യാസമുണ്ട്. ലൈക്ക് അവിടുത്തെ പീപ്പിള്, ഓരോ ഐലൻഡിന്റെ സ്റ്റോറി, ഐലൻഡിന്റെ കൾച്ചർ, എല്ലാ രീതിയിലും ഓരോ ഐലൻഡ് ഡിഫറെന്റ് ആണ്. പിന്നെ വൺ പീസിനകത്തുള്ളതാണ് പൈററ്റ്സ്. കുറെ ലെജൻഡറി ആയിട്ടുള്ള പൈററ്റ്സ് ക്രൂവും ക്യാപ്റ്റൻസും എല്ലാവരും ഉള്ള ഒരു വലിയ ഒരു പൈററ്റ് വേൾഡ് തന്നെ വൺ പീസിനകത്ത് നമുക്ക് കാണാൻ കഴിയും. പിന്നെ ഉള്ളതാണ് ഈ ഒരു വൺ പീസ് വേൾഡിലെ റൂൾസും റെഗുലേഷൻസും എല്ലാം ഉണ്ടാക്കുന്ന ഒരു വലിയൊരു അതോറിറ്റി, അതാണ് വേൾഡ് ഗവൺമെന്റ്. അവരുടെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറൈൻസ് എന്ന് പറഞ്ഞ ഒരു സെറ്റ് ഓഫ് ആൾക്കാരും ഉണ്ട്. ഇതിനകത്തും എല്ലാം വലിയ വലിയ കുറെ ക്യാരക്ടേഴ്സും എല്ലാം ഉണ്ട്. പിന്നെ വൺ പീസിനകത്തുള്ള മറ്റൊരു ഇമ്പോർട്ടൻറ്റ് സംഭവമാണ് ഡബിൾ ഫ്രൂട്ട്. ഡബിൾ ഫ്രൂട്ട് ബേസിക്കലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്രൂട്ടാണ്. അത് കഴിച്ചു കഴിയുന്ന ആൾക്ക് പലതരത്തിലുള്ള ശക്തികൾ കിട്ടും. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ലൂഫിക്ക് ഈ ഒരു റബ്ബർ അങ്ങനെ ആ ഒരു ഇത് കിട്ടിയിരിക്കുന്നത് ഗം ഗം നോമി എന്ന് പറഞ്ഞൊരു ഫ്രൂട്ട് കഴിച്ചേക്കുന്നതിന്റെ ഒരു ഇതിൽ നിന്നാണ് കിട്ടിയിരിക്കുന്നത്. സോ അങ്ങനെ കുറെ ഡബിൾ ഫ്രൂട്ടും കാര്യങ്ങളും പിന്നെ റെവല്യൂഷണറീസും പിന്നെ യോങ്കോസും എല്ലാവരും ചേരുന്ന ഒരു വലിയ വേൾഡാണ് ഈ വൺ പീസ്. നമ്മൾ ഉദ്ദേശിക്കുന്നതിന്റെ അപ്പുറത്തെ ഒരു വലിയ വേൾഡാണ് ഈ വൺ പീസ്. ഞാൻ പലതരത്തിലുള്ള സിനിമകളും സീരീസുകളും അത്യാവശ്യം ആനിമേഴ്സും എല്ലാം കണ്ടിട്ടുണ്ട്. വൺ പീസ് പോലെ വൺ പീസ് മാത്രമേ ഉള്ളൂ. അത് ഞാൻ മാത്രം പറയുന്നതല്ല, വൺ പീസ് കണ്ടിട്ടുള്ള എല്ലാവർക്കും തോന്നിയിട്ടുള്ള ഒരു അഭിപ്രായമാണിത്. കാരണം ഇത്തരത്തിലൊരു വേൾഡ് ഇനി ക്രിയേറ്റ് ചെയ്യുന്നത് ഒരിക്കലും പറ്റുന്നൊരു കാര്യമെന്ന് തോന്നുന്നില്ല. അത്രയും ഒരു കിടിലനായിട്ടാണ് ഇച്ചിറോട ഈ ഒരു സ്റ്റോറി മൊത്തത്തിൽ ഇത്രയും നാള് എത്തിച്ചു വെച്ചിരിക്കുന്നത്. അതിലെ ക്യാരക്ടേഴ്സ് ആവട്ടെ, ഇതിലെ സ്റ്റോറി ആവട്ടെ, ഇതിലെ ഇമോഷൻസ് ആവട്ടെ, എല്ലാം ടോപ്പ് ലെവൽ സാധനമാണ്. പിന്നെ വൺ പീസിനകത്ത് വരുമ്പോൾ ലൂഫിന്റെ ക്രൂ എന്ന് പറയുമ്പോൾ അതിനകത്ത് ആദ്യമായിട്ട് ജോയിൻ ചെയ്യുന്ന ആളാണ് സോറോ. സോറോ എന്ന് പറഞ്ഞാൽ ലൊയാലിറ്റി എന്ന് പറഞ്ഞ വാക്കിനൊക്കെ ഒരു
ഈ ഈക്വൽ ആണെന്ന് നമുക്ക് വേണേൽ പറയാം. സോറോനെ ഒരു പര്യായമായിട്ടൊക്കെ സോറോനെ ആ വാക്കിനോട് നമുക്ക് ഉപയോഗിക്കാം. സോറോയ്ക്ക് ശേഷം നാമിക്ക് ശേഷം ഉസോപ്പ്, ശേഷം സാഞ്ചി, ചോപ്പർ, റോബിൻ, ഫ്രാങ്കി, ബ്രുക്ക്, ജിംബെ, ഇത്രയും പേരടങ്ങുന്നതാണ് ലൂഫിന്റെ ക്രൂവ്. സോ ഈ ഒരു ക്രൂവിലുള്ള മെമ്പേഴ്സ് അവർക്കെല്ലാം ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട്, പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഇമോഷണൽ ബാക്ക് സ്റ്റോറി ഉണ്ട്. പിന്നെ അവർക്കൊക്കെ ഒരു പ്രോപ്പർ ക്യാരക്ടർ ഗ്രോത്ത് ഉണ്ട്. ഈ ഒരു ആനിമയുടെ ഈ ഒരു ജേർണിയിൽ നമുക്ക് അവരെല്ലാം നമ്മുടെ പ്രിയപ്പെട്ടവരായിട്ട് നമുക്ക് തോന്നും. നമുക്ക് അവരോടൊക്കെ അത്ര അറ്റാച്ച്മെന്റ് തോന്നും. അതൊക്കെയാണ് ഈ ഒരു ആനിമയുടെ ഏറ്റവും വലിയൊരു വിജയം. പിന്നെ പറയേണ്ടതാണ് ഇതിനകത്തെ ഓരോ ആർക്കും, വൺ പീസിലെ ആർക്കെല്ലാം ഒന്നിനൊന്നിനും മെച്ചമായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഫസ്റ്റ് തൊട്ട് ഇപ്പം കഴിഞ്ഞിരിക്കുന്ന എഗ് ഹെഡ് ആർക്ക് വരെ എല്ലാം ഒന്നിനൊന്നിനും മെച്ചമായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. പലർക്കും പല അഭിപ്രായങ്ങൾ കാണും, പക്ഷെ എനിക്ക് ഓരോ ആർക്ക് കഴിയും തോന്നും എനിക്കത് കൂടുതൽ കൂടുതൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ലൈക്ക് എല്ലാ ആർക്കിലും ബേസിക്കലി ഫ്രണ്ട്ഷിപ്പ്, ഫ്രീഡം, പൊളിറ്റിക്സ്, വാറ് എല്ലാം കവർ ചെയ്തു പോകുന്നുണ്ട്. ടോട്ടലി ഒരു മിക്സഡ് ആയിട്ടുള്ള ഇമോഷനാണ് വൺ പീസിനുള്ളത്. കൂടുതലും ഈ ഫ്രീഡത്തിനെ കുറിച്ചും ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചും പിന്നെ ഈ ഒരു ഡ്രീമിന്റെ ഇതിൽ പുറകിലുള്ള ഡിറ്റർമിനേഷനും അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ചർച്ച ചെയ്തു പോകുന്നത് നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എല്ലാ ആർക്കും അങ്ങനെ കണ്ടിരിക്കാൻ യാതൊരു വിധത്തിലെ, എനിക്ക് പേഴ്സണലി യാതൊരു വിധത്തിലെ ലാഗോ ഒന്നുമില്ലാതെ. പിന്നെ ഒരു ഇതാണ് വൺ പീസിലെ ഈ ഒരു ഇമോഷണലി ഉള്ള ഈ ഒരു ബാക്ക് സ്റ്റോറീസ്. വൺ പീസിലെ ക്യാരക്ടേഴ്സിന് എല്ലാം ഇമോഷണലി ഒരു ബാക്ക് സ്റ്റോറിയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇപ്പൊ നിങ്ങൾ എത്ര ഹേർട്ടഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിലോ അല്ലെ എത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാണെങ്കിലോ വൺ പീസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ കണ്ണൊന്നും നനയാതിരിക്കത്തില്ല. സോ എനിക്ക് പേഴ്സണലി വൺ പീസിലെ ഏറ്റവും എൻ്റെ ഫേവറേറ്റ് ക്യാരക്ടർ ലൂഫിയാണ്. ഫ്രം ദ വെരി ഫസ്റ്റ് എപ്പിസോഡ് തൊട്ട് ഇപ്പോൾ വരെ എനിക്ക് ലൂഫിയാണ്. ബാക്കി എല്ലാവരെയും എനിക്ക് ഇഷ്ടമാണ്. എനിക്കിഷ്ടമുള്ള കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഈവൻ ഷാങ്സ് ആകട്ടെ, ഗാർപ്പ് ആകട്ടെ, ലോയ്, അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ട കുറെ ഇപ്പം നല്ല ക്യാരക്ടേഴ്സും ഉണ്ട്. വില്ലൻ സൈഡിലുള്ള ഡോൺ ഫ്ലെമിംഗോ പോലെയുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ലൂഫിനെയാണ്. കാരണം ലൂഫിയായിട്ട് എനിക്ക് ലൂഫിയെ കാണുമ്പോൾ വളരെ സന്തോഷം തോന്നും. പിന്നെ ഈ ലൂഫി എപ്പോഴേലും തോറ്റു പോകുമ്പോൾ എനിക്ക് സങ്കടം വരും. അപ്പൊ എനിക്കൊരു സങ്കടമായി എൻ്റെ കണ്ണ് നിറയും. അതുപോലെ ലൂഫി ജയിക്കുമ്പോഴും സന്തോഷം കാരണം എൻ്റെ കണ്ണ് നിറയും. അത്തരത്തിൽ എനിക്ക് വളരെ ഇമോഷണലി ഒക്കെ എനിക്കൊരു അറ്റാച്ച്മെന്റ് തോന്നിയേക്കുന്ന ഒരു ക്യാരക്ടറാണ് ലൂഫി. ലൂഫി മാത്രമല്ല കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട്, പക്ഷെ ലൂഫിയാണ് പേഴ്സണലി എൻ്റെ ഫേവറേറ്റ്. പലർക്കും പലരായിരിക്കും. സോറോ, സാഞ്ചി, എല്ലാവർക്കും ഒരു വലിയ ഫാൻ ബേസ് ഉണ്ട് ഇതിനകത്ത്. സോ അതാണ് ഇതിന്റെ വേറൊരു പ്രത്യേകത. പിന്നെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മെയിൻലി ഫ്രീഡം, സൊസൈറ്റിയിലുള്ള ഇൻജസ്റ്റിസിനെതിരെയുള്ള ഒരു അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ ചർച്ച ചെയ്തു പോകുന്നുണ്ട് മെയിനായിട്ട്. സോ ഇതിന്റെയൊക്കെ ഒരു റിയൽ വേൾഡ് ആഫ്റ്റർ എഫക്റ്റ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പം പല രാജ്യങ്ങളിലും അവിടുത്തെ പുതിയ തലമുറ ഈ ഒരു വൺ പീസിന്റെ കൊടിയൊക്കെ ഉയർത്തിയാണ് പലതരത്തിലുള്ള പ്രൊട്ടസ്റ്റിനും കാര്യങ്ങൾക്കും ഒക്കെ ഗവൺമെന്റിനെതിരെയുള്ള പ്രൊട്ടസ്റ്റും കാര്യങ്ങളൊക്കെ നയിക്കുന്നത്. സോ അത്തരത്തിൽ ഒരു റിയൽ വേൾഡിൽ വരെ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ ഇച്ചിറോഡ ഇങ്ങനെ ഇത്രയും വർഷമായിട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ വൺ പീസ് കാണാതിരിക്കാൻ കുറെ ആൾക്കാർ കുറെ ഇത് എക്സ്ക്യൂസസ് പറയുന്നുണ്ട്. അവർ പറയുന്നത് ഇത് ഭയങ്കര ലെങ്ത് ആണ്, അതായത് 1000+ എപ്പിസോഡ് ഉണ്ടെന്നാണ് പറയുന്നത്. സോ ഞാൻ വൺ പീസിലേക്ക് ഇൻട്രൊഡ്യൂസ് ആയ സമയത്ത് എനിക്കും ഈ ഒരു സംശയം ഉണ്ടായിരുന്നു. അതായത് ഞാൻ കാണാൻ തുടങ്ങുന്നതിന് മുന്നേ, ഞാൻ 2022 ഈ വൺ പീസ് എന്ന് പറഞ്ഞ ഒരു ആനിമെ ഇത്രയും വലിയൊരു സംഭവം എന്ന് അറിഞ്ഞിട്ട് ഇത് കാണാൻ തുടങ്ങുന്നത്. ഞാൻ ആദ്യമായിട്ട് വർക്ക് ചെയ്ത ഓഫീസിലെ ചേട്ടന്മാരാണ് എന്നെ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സൂരജ് എന്ന് പറഞ്ഞൊരു ചേട്ടൻ നീ ഇത് കാണണം, ഇത് ഭയങ്കര സൂപ്പർ സംഭവമാണെന്ന് പറഞ്ഞ് എന്നെ ഇങ്ങനെ കാണിച്ചു. സോ അങ്ങനെയാണ് ഞാൻ ഈ ഒരു വൺ പീസ് എന്ന് പറഞ്ഞ ആനിമെ കാണാൻ തുടങ്ങുന്നത്. സോ കണ്ടു തുടങ്ങി അവരുടെ ആ ക്യാരക്ടേഴ്സിനെ എല്ലാം ഇങ്ങനെ കാണിച്ച് നമ്മൾ പോയി കഴിയുമ്പോൾ പിന്നെ നമ്മൾ അതിനകത്തോട്ടാവും, ആ വേൾഡിനകത്തോട്ട് നമ്മളും പോവുക. പിന്നെ നമുക്കിത് ലെങ്ത് ഉണ്ടോ അങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും നമുക്ക് ഇല്ല മനസ്സിൽ. ഇത് അടുത്തതെന്ന് പറഞ്ഞാൽ അടുത്തടുത്ത എപ്പിസോഡ് കാണാനുള്ള ഒരു ക്യൂരിയോസിറ്റി ആണ് ഉള്ളത്. ഞാൻ ആ സമയത്തൊക്കെ ഞാൻ രാവിലെ തൊട്ട് വൈകിട്ട് വരെയൊക്കെ അവധി ദിവസങ്ങളിലൊക്കെ ഇരുന്ന് വൺ പീസ് കണ്ടിട്ടുണ്ട്. അത്രയ്ക്ക് ഇൻട്രസ്റ്റ് ആയിരുന്നു എനിക്കിതൊരു 1000+ എപ്പിസോഡ് അത്രയും ലെങ്തി ആയിട്ടൊന്നും തോന്നിയിട്ടൊന്നുമില്ല. അതായത് എനിക്ക് ബോറടിക്കുകയോ അല്ലെങ്കിൽ ഇതൊന്നും തീർന്നാൽ മതിയായിരുന്നെന്നോ അങ്ങനെയൊന്നും എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. ഞാനിത് വാനമാർക്കൊക്കെ ആ ഒരു സമയത്താണ് ഞാനിതിനെ കോട്ടപ്പാകുന്നത്. അപ്പൊ ഞാനത് അവിടം വരെ കണ്ടെത്തി കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്കൊരു സങ്കടമായത്. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ ദിവസവും കാണാൻ എപ്പിസോഡില്ല, വീക്കെൻഡിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. സോ അത്തരത്തിലുള്ള ഒരു ഇതിലേക്ക് എനിക്ക് അത്രയും
ഇതായിപ്പോയി. ഇതിങ്ങനെ വെയിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഇനിയിപ്പം വൺ പീസ് ഇപ്പോൾ ഒരു ബ്രേക്ക് എടുത്തേക്കുവാണ്. ഇനി ഏപ്രിലാണ് ഇത് തിരിച്ചു വരുന്നത്. സോ ഏപ്രിലിൽ ഇനി വരുമ്പോൾ നേരത്തെ വീക്കിലി ഇറങ്ങിക്കൊണ്ടിരുന്ന വൺ പീസ് ഇനി വീക്കിലി ഒന്നും കാണത്തില്ല. ഇനി ഇത് മെയിൻലി ഇയർലി ഒരു 24 എപ്പിസോഡ് ആ ഒരു രീതിയിലോട്ടൊക്കെ പോവാണ്, സീസണൽ ആക്കുക എന്നാണ് അറിയാൻ കഴിഞ്ഞത്. സോ അപ്പം നമ്മൾ കുറെ നാളത്തേക്ക് ഇതിന്റെ ഈ ഒരു എപ്പിസോഡിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. അങ്ങനെ ഒരു സംഭവമുണ്ട്. എനിക്ക് വൺ പീസ് ഒട്ടും ലോങ് ആയിട്ട് തോന്നിയിട്ടില്ല. പലർക്കും പല അഭിപ്രായങ്ങൾ കാണും, പക്ഷെ പേഴ്സണലി എനിക്ക് ഒട്ടും ലോങ് ആയിട്ട് തോന്നിയില്ല. പിന്നെ പലരും പറയുന്നതാണ് ഇതിന്റെ പേസിങ്ങും അതുപോലെ ആനിമേഷനും. എനിക്ക് തോന്നിയത് എന്താന്ന് വെച്ചാൽ ഇത് 1998 ഇത് ഇറങ്ങാൻ തുടങ്ങിയത്. സോ ആ ഒരു സമയത്തെ ആനിമേഷൻ, ആ ഒരു സമയത്തുള്ള ആനിമേഷനെ എല്ലാം എങ്ങനെയാണോ അത്തരത്തിൽ തന്നെയാണ് വൺ പീസിന്റെ ആനിമേഷൻ ചെയ്തിരിക്കുന്നത്. പിന്നെ പേസിങ്ങിൽ എനിക്ക് ഇൻട്രസ്റ്റ് ആയതുകൊണ്ടാന്ന് തോന്നുന്നു, എനിക്ക് അങ്ങനെ യാതൊരു വിധ ലാഗോ അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. പിന്നെ നമ്മൾ ഈ ക്യാരക്ടേഴ്സും ആയിട്ടും സ്റ്റോറി ആയിട്ടും കണക്ട് ആയി കഴിയുമ്പോൾ പിന്നെ ആനിമേഷൻ ക്വാളിറ്റി അങ്ങനെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് ഓരോ സീസൺ കഴിഞ്ഞ് ഓരോ വർഷം മുന്നോട്ട് പോവുകയാണല്ലോ, അപ്പോഴത്തേക്കും അതിന്റെ ആനിമേഷൻ ക്വാളിറ്റി അതുപോലെ ഇമ്പ്രൂവ് ആയി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ വൺ പീസിലെ എനിക്ക് ഏറ്റവും ഇതായിട്ടുള്ള ഇതിന്റെ ഫൈറ്റ് സീക്വൻസ് ആണ്. കുറെ ഗൂസ് ബോംസ് വരുന്ന ഫൈറ്റ് സീക്വൻസും അതുപോലെ നമുക്ക് ഇമോഷണലി ഭയങ്കര ഇതാക്കുന്ന സീൻസും എല്ലാം ഉണ്ട്. കിട്ടില്ല കുറെ ഫൈറ്റ് സീക്വൻസ് വൺ പീസിനകത്തുണ്ട്. എല്ലാ ആർക്കിലും നല്ല കിടിലൻ കുറെ ഫൈറ്റ് സീൻസ് നമുക്ക് കാണാൻ പറ്റും. എസ്പെഷ്യലി ലൂഫിന്റെ ഈ ഓരോ ഗിയർ 1, ഗിയർ 2, ഗിയർ 3, ഗിയർ 4 അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഉള്ള ഫൈറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. എല്ലാം നല്ല രസമാണ്. വളരെ എൻഗേജിങ് ആയിട്ടുള്ള കുറെ ഫൈറ്റ്സ് കാണാം. ഇപ്പോഴും റീസെന്റ് ടൈംസിലെ വൺ പീസിന്റെ എപ്പിസോഡ്സ് എല്ലാം പീക്ക് ലെവൽ സാധനമായിരുന്നു. നല്ല കിഡിലൻ ആനിമേഷനും എല്ലാം ഉണ്ട്. സോ എനിക്ക് ഈ വൺ പീസ് കാണാത്ത ആൾക്കാരോട് പറയാനുള്ള ഇതാണ്, ഈ വേൾഡിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ ഫിക്ഷണൽ സ്റ്റോറിയാണ് വൺ പീസ്. നിങ്ങൾ ഒരിക്കലും ഇത് മിസ് ചെയ്യരുത്. പറ്റുവാണെങ്കിൽ നിങ്ങൾ വൺ പീസ് കാണാൻ തുടങ്ങുക. ഇത് അത്രയ്ക്ക് ലോങ് ആയിട്ടുള്ള ഒരു ആനിമയൊന്നും, 1000+ എപ്പിസോഡ്സ് ഉണ്ട്, പക്ഷെ ഇത് അത്രയും വലിയൊരു ടാസ്ക് ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ആർക്ക് വേണമെങ്കിലും ഇത് കാണാം. ഇപ്പൊ ആനിമെ കാണാത്ത എന്റെ ഫ്രണ്ട്സിന് വരെ ഞാൻ റെക്കമെൻഡ് ചെയ്ത് 2-3 പേര് അങ്ങനെ കണ്ട് അവരിങ്ങനെ ഞങ്ങൾ അതിനെക്കുറിച്ചൊക്കെ എപ്പോഴും ഡിസ്കസ് ചെയ്യും. അപ്പം അങ്ങനെയുള്ളവർ വരെ ഇത് കാണുന്നുണ്ട്. സോ ഇപ്പൊ നിങ്ങൾ ആനിമെ കാണാത്ത ആളാണെങ്കിൽ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വൺ പീസ് കണ്ടു നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ആ വേൾഡിലെ ആൾക്കാരായിട്ട് കണക്ട് ആകാൻ പറ്റും. ആ ഒരു ഇമോഷൻസ് എല്ലാം നിങ്ങൾക്ക് കണക്ട് ആവും. നിങ്ങൾക്കൊരു നല്ലൊരു വ്യൂയിങ് എക്സ്പീരിയൻസ് കിട്ടുമെന്ന് എനിക്ക് 100% ഉറപ്പാണ്. സോ വൺ പീസ് കാണുന്ന ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വൺ പീസിലെ എന്താണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്നും, അതുപോലെ വൺ പീസ് കാണാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾ വൺ പീസ് കാണാൻ തീരുമാനിച്ചെന്നും ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.